ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു നിർണായകമായ ഒരു ആഴ്ചയാണ് ഈ ഒരു ആഴ്ച എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും നമുക്ക് ഈ ഒരു ആഴ്ചയിലെ വിവരങ്ങളിലോട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലെ സമ്മറി നമുക്കൊന്ന് നോക്കാം. ഏതായാലും കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായി നിന്നൊരു കാര്യമായിരുന്നു പുടിനും ട്രംപും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ്. അതിൻ്റെ ഒരു അനിശ്ചിതത്വമൊക്കെ നിലനിന്നൊരു സാഹചര്യത്തിൽ കൃത്യമായൊരു ഡയറക്ഷൻ ഇല്ലാതെയായിരുന്നു കഴിഞ്ഞൊരു വാരത്തിലെ ട്രേഡിംഗ് നമ്മൾ കണ്ടത്. നമ്മൾ പ്രതിവാര അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റി നോക്കുമ്പോൾ ഏകദേശം 0.5% അല്ലെങ്കിൽ 1%-1%-ലധികം ഒരു നേട്ടമാണ് നിഫ്റ്റി കാഴ്ചവെച്ചത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 0.5%-ലേക്ക് ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞൊരു വീക്കിൽ കണ്ടത്. കഴിഞ്ഞൊരു വീക്കിലെ പ്രധാനപ്പെട്ട സെക്ടേഴ്സുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് FMCGയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 0.5% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് FMCG നേരിട്ടത്. ബാക്കി സൂചികളൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൂചികളായ നിഫ്റ്റി, ഓട്ടോ, IT കൂടാതെ ഫാർമ ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഒക്കെ മികച്ചൊരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു കഴിഞ്ഞൊരു വീക്കിലെ ട്രേഡിംഗ് ആയിട്ട് കാഴ്ചവെച്ചത്. ഏതായാലും ഈ ഒരു വീക്കിലെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ട്രംപ് പുടിനുമായുള്ള ആ ഒരു ചർച്ചയുടെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്. ഏതായാലും കാര്യമായൊരു തീരുമാനങ്ങൾ വന്നില്ലെങ്കിൽ തന്നെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ചർച്ച ആയിരുന്നു എന്നുള്ളൊരു റെസ്പോൺസാണ് ഇരു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്നത് താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഏതായാലും ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത് തൽക്കാലം ഞാനൊരു താരിഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല, എന്നാൽ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഒരു കൃത്യമായൊരു വിവരം എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിൽ പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം GSTയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതായാലും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു കാര്യമായൊരു മാറ്റം GSTയുടെ കാര്യത്തിൽ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ നിത്യോപയോഗ സാധനങ്ങൾ, സിമെൻറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ വിലയിൽ കുറവുണ്ടാകും എന്നുള്ള രീതിയിലുള്ളൊരു അപ്ഡേറ്റുമാണ് നമുക്ക് ഏതായാലും ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാർ, നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോഴും ഇന്ന് വലിയ രീതിയിലൊരു മുന്നേറ്റമാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പല കാര്യങ്ങളും മാർക്കറ്റിൽ വാർത്തകളായി വന്നതിനെ തുടർന്നാണ് ഈ ഒരു പോസിറ്റീവ് ഇപ്പോൾ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി നോക്കുമ്പോൾ ഏകദേശം 365 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം, അതായത് 1.48% ഒരു നേട്ടമാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്ന് ഏകദേശം 1.4% ഒരു നേട്ടവും കാണുന്നുണ്ട്. കൂടാതെ സെക്ടേഴ്സിലൊക്കെ പോകുമ്പോഴും ഇന്ന് ഒട്ടുമിക്ക സെക്ടേഴ്സിലൊക്കെ ഒരു മികച്ച മുന്നേറ്റം തുടക്ക സമയം തന്നെ മാർക്കറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പോസിറ്റീവ് വാർത്തകളെയൊക്കെ തുടർന്ന് സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി മാർക്കറ്റിൽ എന്താണ്? ഹാപ്പി മോർണിംഗ് വിഷ്ണു, ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഓപ്പണിംഗ് അവേഴ്സ് എന്നുള്ളതാണ്. നമുക്കിന്നിപ്പോൾ അനിലയും ജാസ്മിനും ഇന്നൊരു പേഴ്സണൽ ആവശ്യം കാരണം ഇന്ന് ലീവിലാണ്. അതുകൊണ്ട് നമ്മുടെ ടീം മെമ്പറായിട്ടുള്ള വിഷ്ണുവാണ് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മുടെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വിഷ്ണു ഈ പറഞ്ഞ പോലെ വിഷ്ണു പറഞ്ഞ ശരി തന്നെയാണ്. അതായത് ഈ വീക്കെൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു പോസിറ്റീവ് ട്രിഗറായിട്ട് വന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനോട് ഒരു കോഷൻ പറഞ്ഞിരുന്നു. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് ഫ്രൈഡേ എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഫ്രൈഡേ ഇവിടെ ഹോളിഡേ ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഏതാണ്ട് 79th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ കാരണം മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ എക്കണോമി ഒരിക്കലും ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. അന്ന് തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ ട്രംപും പുടിനും തമ്മിലുള്ള ടോക്ക്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു വളരെ ക്രൂഷ്യലാണ് ആ ടോക്ക്. ആ ടോക്കിനൊരു പോസിറ്റീവ് ഔട്ട്കം ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ആ ടോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പരാജയമായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്, വേണ്ട രീതിയിൽ വലിയൊരു പോസിറ്റീവ് ന്യൂസ് തരാൻ പറ്റിയില്ലെങ്കിൽ പോലും ആശ്വാസകരമായിട്ടുള്ള ന്യൂസാണ് ഈ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയെന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നിഫ്റ്റി ലെവൽസ് ഒന്നും പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാര്യം വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്ട് 90-92% വരെ ഇൻഡെക്സിൽ ഷോർട്ടായിരുന്നു FIs എന്നാണ്. അതായത് ഒരുപാട് ഷോർട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു ചെറിയ പോസിറ്റീവ് റീസൺസ് മതി മാർക്കറ്റ് അവിടുന്ന് ടേൺ അറൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കും എന്നുള്ള നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വീക്കെൻഡിൽ നടന്ന പുടിൻ ട്രംപ് ചർച്ചയിൽ നെഗറ്റീവ്സ് ഒന്നുമില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം. ഒന്ന്, രണ്ടാമത് ഒരു ഹോപ്പും ഒരു എക്സ്പെക്റ്റേഷനും കൂടെ ക്രിയേറ്റ് ചെയ്ത് കാരണം ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ എടുത്തിരിക്കുന്നത്. കാര്യം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രത്യേകത വെച്ചാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി US മാർക്കറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ അതർ ഏഷ്യൻ മാർക്കറ്റ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ക്ലോസിംഗ് ആയപ്പോഴത്തേക്കും we were around 6.3%
ബിലോ ഓൾ ടൈം ഹൈ. അതായത് ഓൾ ടൈം ഹൈയുടെ അവിടുന്ന് ഏതാണ്ട് 6.3% ബിലോ ആയിരുന്നു എന്നുള്ള. എന്നാൽ പല മാർക്കറ്റുകളും ഇപ്പോൾ US മാർക്കറ്റ് അല്ലെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മാർക്കറ്റൊക്കെ ഏതാണ്ട് 52 വീക്ക് ഹൈ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു US മാർക്കറ്റ് ഈ കൊല്ലം തന്നെ 15 പ്രാവശ്യമോ 16 പ്രാവശ്യമോ കണ്ടോ പുതിയ ഓൾ ടൈം ഹൈ അടിച്ചു. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ടായിരുന്നു. ഒന്ന് വാല്യുവേഷൻ്റെ കാരണത്താൽ, രണ്ടാമത് ഈ പറഞ്ഞ പോലെ ടാരിഫിൻ്റെ ഇഷ്യൂസും എല്ലാം കാരണം നെഗറ്റീവ് ആയിരുന്നു. ആൾക്കാർ ഷോർട്ടായിരുന്നു, FIs ഷോർട്ടായിരുന്നു. ഈ പറയുന്ന ന്യൂസോടുകൂടി മാർക്കറ്റ് എല്ലാ ലെവൽസും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഫസ്റ്റ് അവർ ഓഫ് ട്രേഡ് ആണ്. നമുക്ക് ഏതായാലും ഒരു 10:30 to 1:30 ആണ് നമ്മുടെ ക്രൂഷ്യൽ ടൈം. അവിടെ മാർക്കറ്റ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യണത് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൊസിഷൻ നോക്കുക എന്നുള്ള കാര്യം. ഇതിപ്പോൾ ഒരു നീജർക്ക് റിയാക്ഷൻ ഉണ്ട്, ഒരു ഷോർട്ട് കവറിംഗ് റാലി ഉണ്ട്. ഇവിടുന്ന് ഒരു സെല്ലോൺ റാലി നമുക്ക് വരുമോ ഇന്നത്തെ ദിവസം ഇൻട്രാഡേ എന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു ഉച്ചയോടുകൂടി മാത്രമേ നമുക്കൊരു മാർക്കറ്റിൻ്റെ കറക്റ്റ് ഗൈഡൻസ് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം. ഇന്നേ വരെ 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ FIs സോൾഡ് ഇന്ത്യൻ ഇക്വിറ്റീസ് ടു ദ ട്യൂൺ ഓഫ് $13 billion. ഈ $13 billion അബ്സോർബ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് റീറ്റെയിലേഴ്സും. അതൊക്കെ എന്തൊക്കെ FIs സെല് ചെയ്തോ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഷെയർ, അതായത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സാണ് അത് അബ്സോർബ് ചെയ്തത് എന്നുള്ള ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അപ്പർ ഹാൻഡ് കംപ്ലീറ്റ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിലേഴ്സും കൂടെ ചേർന്ന് അതിൻ്റെ താഴെ ഇപ്പോൾ FIsനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള ഇതൊരു നല്ല കാര്യമാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ FIs തിരിച്ചു വരുമ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ മുകളിലോട്ട് മേടിക്കും, അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇങ്ങനെയാണ് ഒരു സ്റ്റോറി എപ്പോഴും നമുക്ക് പാൻ ഔട്ട് ചെയ്ത് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയും. ഇപ്പം നമ്മൾ US മാർക്കറ്റിലേക്ക് തിരിച്ചു വരാം. US മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ്റെ ഒരു കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ 58.6 ആയി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതെ, 58.6 വേഴ്സസ് 61.7 എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അപ്പോൾ മന്ത് ഓൺ മന്ത് ഫിഗേഴ്സാണ് ഈ പറയുന്നത്. 61.7 നിന്നും 58.6 ആയി. ജൂലൈ റീറ്റെയിൽ സെയിൽസ് ഏതാണ്ട് 0.5% ആയിട്ട് ഉയർന്നിരിക്കുന്നു ആസ് പെർ എക്സ്പെക്ടേഷൻസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ US മാർക്കറ്റിൽ അല്ലാതെ നോക്കുന്ന ഒരു മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 ട്രിഗേഴ്സ് ഉണ്ട്. അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഇതേപോലെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഈ പറയുന്ന ആങ്കറേജ് എന്ന് പറയുന്നത്, അലാസ്കയിൽ ആങ്കറേജ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് നടന്നിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് മീറ്റിംഗ് നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് 3 മണിക്കൂറോളം അത് ലാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ആങ്കറേജിലുള്ള US മിലിറ്ററി ബേസിലാണ് ഈ മീറ്റിംഗ് നടന്നത്. ഇതിൻ്റെ ഓപ്റ്റിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വിഷ്ണു. ഓപ്റ്റിക്സ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിങ്ങിൽ നമ്മൾ ഉറ്റുനോക്കുന്നത്, അതായത് ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ആംഗിൾ നോക്കും, ഡിപ്ലോമാറ്റിക് ആംഗിൾ നോക്കും. അതുകൂടാതെ നമ്മൾ ചർച്ചകളിലൊക്കെ ഈ ബോഡി ലാംഗ്വേജ്, എങ്ങനെയാണ് ലീഡേഴ്സ് പെരുമാറിയത്, ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. എന്തായിരുന്നു ആ സിറ്റുവേഷൻ, ആരെ എങ്ങനെ വിളിക്കാൻ പോയി, അതായത് ഇപ്പോൾ നേരെ എയർപോർട്ടിൽ പോയി ഇൻവൈറ്റ് ചെയ്തോ, അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഒരു കാറിൽ ട്രാവൽ ചെയ്തോ, അങ്ങനെ രണ്ട് രീതിയിലും ഇവരുടെ ബോഡി ലാംഗ്വേജൊക്കെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലോമാറ്റിക് അറീനയിൽ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെല്ലാം വളരെ ഫേവറബിൾ ആയിട്ടാണ് പൊതുവേ എക്സ്പേർട്സ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഈ പറഞ്ഞ പോലെ US പ്രസിഡന്റ് നമ്മുടെ പുടിന് വളരെ ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഒരു മിലിറ്ററി ഫ്ലൈ ഓവർ, അതായത് എയർക്രാഫ്റ്റ്സ് ഒക്കെ ഒരു സല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലൈ ഓവർ ചെയ്ത് പോവുക, അതുകൂടാതെ പ്രസിഡന്റിൻ്റെ കൂടെ ഒരു ലിമോസിൻ റൈഡ്, ഇതെല്ലാം പുടിൻ്റെ ഇമേജ് ഭയങ്കരമായിട്ട് ഉയർത്തി. അതായത് പുടിൻ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് ഒരു ഗ്ലോബൽ സിനാരിയോയിൽ എന്നുള്ളൊരു ഫീലിംഗ് അവിടെ ഉണ്ടായി എന്നുള്ളത് വളരെ വെൽക്കം കാര്യം. കാര്യം വെച്ചാൽ ട്രംപ് അങ്ങനെ അധികം ആരെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. എന്നാൽ ഈ പുടിൻ ഇത്രയും ഒരു വാം വെൽക്കം അക്കോർഡ് ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു പോസിറ്റീവ് സ്റ്റാൻസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കണം, നമുക്കെതിരെ ഇപ്പോൾ 50% ടാരിഫായി അല്ലേ, 25% ടാരിഫ്, അതുകൂടാതെ 25% റഷ്യൻ ഓയിൽ മേടിക്കുന്ന കാരണമുള്ള ഒരു ടാരിഫും കൂടെ വെച്ചു. യൂറോപ്യൻ യൂണിയനും കൂടെ ഈ പെനാൽറ്റി അല്ലെങ്കിൽ സാങ്ഷൻസ് റഷ്യയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ മീറ്റിങ്ങിന് പോയ വ്ളാഡിമിർ പുടിൻ ആരാണെന്നറിയോ? US സാങ്ഷൻ ഉള്ള, ഏതാണ്ട് ഇൻ്റർനാഷണൽ അറസ്റ്റ് വാറണ്ട് ഉള്ള, വാർ ക്രൈംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അറസ്റ്റ് വാറണ്ട് ഉള്ള ഒരു പ്രസിഡൻ്റാണ് പ്രസിഡൻ്റാണ് പുടിൻ. ആ പുടിനാണ് ഇത്രയും വലിയൊരു റെഡ് കാർപ്പറ്റ് വെൽക്കം ട്രംപ് കൊടുത്തിരുന്നുള്ളത്. ലോകത്തിൻ്റെ ഈ ഐറണി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഫോർമൽ എഗ്രിമെൻ്റ് ഒന്നും ആയിട്ടില്ല, ഒരു സീസ് ഫയർ ഒന്നും എത്തിയില്ലെങ്കിൽ പോലും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പുടിൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തി എന്ന് വളരെ ക്ലിയർ ആയിട്ട് പുടിൻ പറയുന്നുണ്ട്. എന്നാൽ ട്രംപ് അത്ര ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞില്ല. ട്രംപ് ഒരുപാട് പുടിനെ കുറിച്ച് വളരെ പുകഴ്ത്തി പറയുകയും ഈ ടോക്ക് വളരെ
നന്നായിരുന്നു, ഇനിയിപ്പോൾ ബോൾ സെലൻസ്കിയുടെ കോർട്ടിലാണ്, സെലൻസ്കിക്ക് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് വാർ നിർത്താം എന്നുള്ളൊരു, അതായത് പുടിൻ ആരുടെ സംസാരിക്കുന്നു അവരെ. പിന്നെ ഇപ്പോൾ ഇന്റലിൻ്റെ സിഇഒനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, മിസ്റ്റർ ടാനിനെ കുറിച്ച് പറഞ്ഞു. ആദ്യമൊക്കെ എന്തൊക്കെ മോശം പറഞ്ഞു, അയാളെ മീറ്റ് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയണതാണ്. അപ്പോൾ ഈ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് ടാക്കോ എന്ന് പറയുന്നത് വീണ്ടും ഇവിടെയും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രംപ് വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് നോ ഡീൽ അൺടിൽ ദർ ഈസ് എ ഡീൽ എന്നുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്കഷൻ ഏതാണ്ട് ഒരു ഓപ്പൺ എൻഡഡ് ആയി, അതായത് ഇനിയും ചർച്ചകൾ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഇന്ന് സെലൻസ്കി US-ലേക്ക് പോകുന്നുണ്ട്. അവിടെ ട്രംപായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സെലൻസ്കിയുടെ കൂടെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കന്മാർ, അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ജർമ്മൻ ചാൻസലർ, അങ്ങനെയൊക്കെ രീതിയിൽ ആൾക്കാരും കൂടെ അക്കോമ്പനി ചെയ്യും എന്നും കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ വെള്ളിയാഴ്ചത്തെ മീറ്റിങ്ങിൽ പുടിൻ്റെ ഒരു ക്ലോസിംഗ് കമൻ്റ് ഉണ്ട്. സാധാരണ അദ്ദേഹം വലിയ ഇംഗ്ലീഷിലൊന്നും സംസാരിക്കാറില്ല. എന്തായാലും അദ്ദേഹം എൻഡ് ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസോട് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് നെക്സ്റ്റ് ടൈം ഇൻ മോസ്കോ എന്ന്, അതായത് അടുത്ത മീറ്റിംഗ് ഇനി മോസ്കോയിലായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങും വളരെ ക്രൂഷ്യലാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ ഈ വീക്ക്, കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ട്രങ്കേറ്റഡ് ആയിട്ടുള്ള വീക്കായിരുന്നു. നമുക്കൊരു 5 ഡേ വർക്കിംഗ് ഡേക്ക് പകരം എന്താണ് 4 ഡേ ഉള്ളൂ. തേഴ്സ്ഡേ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ. ഈ വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫുൾ 5 ഡേയ്സും ഉണ്ടെന്നുള്ള, ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വീക്കും കൂടെയാണ്. വിഷ്ണുവിന് അറിയാലോ, കാര്യം ഇന്ന് സെലൻസ്കി ആയിട്ടുള്ള മീറ്റിംഗ് കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ അതിനേക്കാട്ടിലും വളരെ സന്തോഷകരമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത് നമ്മുടെ 79th ഇൻഡിപെൻഡൻസ്, കറക്റ്റാണ് വിഷ്ണു, അതായത് 79th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നമ്മൾ ഓഗസ്റ്റ് 15, 2025 നമ്മൾ വെള്ളിയാഴ്ച അത് ആഘോഷിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കണം, $4 ട്രില്യൺ സൈസുള്ള എക്കണോമി, അതായത് ഏതാണ്ട് 4th ലാർജസ്റ്റ് എക്കണോമി ആയിട്ടുള്ള ഇന്ത്യ, അവിടെ ഏതാണ്ട് 60 to 64% ഡൊമസ്റ്റിക് കൺസംഷൻ ഉള്ള ഒരു കൺട്രിയാണ്. 4 ട്രില്യൺ എക്കണോമിയിൽ 60 തൊട്ട് 64% വരെ ഡൊമസ്റ്റിക് കൺസംഷൻ ഉള്ള ഒരു കൺട്രി. ചുരുക്കം പറഞ്ഞാൽ പല രാജ്യങ്ങളിലേക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് കൺസംഷൻ ഉള്ള രാജ്യമാണ്. അതായത് ഇന്ത്യയുടെ 64% എക്കണോമിയും ഡൊമസ്റ്റിക് കൺസംഷൻ ആണെങ്കിൽ യൂറോപ്പ് 58% ആണ്, ജപ്പാൻ 55% ആണ്, ചൈന 42%. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഡൊമസ്റ്റിക് എക്കണോമി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിർത്തുക, എസ്പെഷ്യലി അറ്റ് വാട്ട് ടൈം, ചലഞ്ചിങ് ആയിട്ടുള്ള ടൈം. അതായത് ജിയോ പൊളിറ്റിക്സ് നമുക്ക് ഫേവറബിൾ അല്ലാതെ നിൽക്കുക, പല രാജ്യങ്ങളും നമുക്ക് സാങ്ഷൻസും ടാരിഫും വയ്ക്കുക, നമ്മളെ ശത്രുക്കളെ പോലെ കാണുക, നമ്മുടെ ഗ്ലോബൽ ട്രേഡിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരിക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഡൊമസ്റ്റിക് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാം, ട്രിഗർ ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയായിരുന്നു. എങ്ങനെയാണ് ഡൊമസ്റ്റിക് എക്കണോമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം? നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായിട്ട് നമ്മൾ ഈ US സാങ്ഷൻ വന്നതോടുകൂടി നമ്മൾ ഇതേ ഓപ്പണിംഗ് ഹൗസിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും, RBIയുടെ ഭാഗത്തുനിന്നും, കോർപ്പറേറ്റ്സിൻ്റെ ഭാഗത്തുനിന്നും, നമ്മുടെ ഭാഗത്തുനിന്നും, ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും, ജേർണലിസ്റ്റുകളുടെ ഭാഗത്തുനിന്നും എന്തൊക്കെയാണ് സ്റ്റാൻസ് നമ്മൾ ഇന്ത്യൻ എക്കണോമിയെ ട്രിഗർ ചെയ്യാൻ. കാര്യം ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ കൈകോർത്ത് പിടിച്ച് നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്പെക്ട്രമിലുള്ള എല്ലാ ലീഡേഴ്സും, ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം കൂടെ ചേർന്ന് പോസിറ്റീവായിട്ട് ഇന്ത്യയെ നയിക്കാനായിട്ട് നമ്മളും ആഗ്രഹിച്ചിരുന്നു ഈ ഓപ്പണിംഗ് അവേഴ്സിൽ കൂടെ എന്നുള്ള. അപ്പോൾ ഗവൺമെൻറ് ഒരു എന്താ പറയുക, ഗവൺമെൻറ് സംബന്ധിച്ച് ഒരുപാട്, അതായത് ഒരു ഡിമാൻഡ് മെഷേഴ്സും സപ്ലൈ മെഷേഴ്സും ഇതിനകത്ത് നടക്കാം. അതായത് സപ്ലൈ ബൂസ്റ്റ് ചെയ്യാനും ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യാനും ഗവൺമെൻറ്റിനും RBIക്കും, ഞാൻ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ്സിനും ഒക്കെ ഇടപെട്ട് പല റിഫോംസും അതിനകത്ത് കൊണ്ടുവരാമെന്നുള്ള. ഇപ്പം നമുക്ക് ഡിമാൻഡ് സൈഡ് റിഫോംസ് നോക്കാം. ഇപ്പോൾ ഡിമാൻഡ് സൈഡ് റിഫോംസ് പറഞ്ഞാൽ ഡിമാൻഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം? ഗവൺമെൻറ് ഡിമാൻഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്ത് 2025 ഫെബ്രുവരി 1 ബഡ്ജറ്റിൽ 12 ലക്ഷം വരെ ഇൻകം ടാക്സ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്തു എന്നുള്ള. അതുകൊണ്ട് എന്താ, ഡിമാൻഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ കൂടുതൽ പൈസയായി, അതായത് കൂടുതൽ സേവിങ്സ് അവർക്ക് വന്നപ്പോൾ അവർക്കത് എക്കണോമിയിലേക്ക് തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സ് ചെയ്യാം. അപ്പോൾ ഡിമാൻഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ചെയ്ത കാര്യം എന്താ, ഇൻകം ടാക്സ് റേറ്റ് കട്ട് ചെയ്തു എന്നുള്ള. രണ്ടാമത് ഇതേപോലെ ഡിമാൻഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ EMI അടയ്ക്കുന്ന ലോണുകൾ, ഈ പറയുന്ന പോലെ ലോണുകളുടെ ബാധ്യത കുറയ്ക്കാം, അല്ലെങ്കിൽ പുതിയ ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാം. അതും ഒരു ഡിമാൻഡ് സൈഡായിട്ടുള്ള ഒരു ട്രിഗറാണ്. അതിന് RBI വന്നു, നമുക്ക് വേണ്ട രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മോണിറ്ററി പോളിസി കട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടായി. ഇനി ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയും വേണമെങ്കിൽ റേറ്റ് കട്ട് ഇടാം. അപ്പോൾ കൂടുതൽ പൈസ ജനങ്ങളിലേക്ക് ഇൻകം ടാക്സ് കട്ടിക്കൂടി വന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിക്കൂടെയും വന്നു. അതിൽ ഗവൺമെൻറ്റും RBIയും പങ്കാളികളായി പല റിഫോംസും കൊണ്ടുവന്നു. അങ്ങനെ ഡിമാൻഡ് സൈഡിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് സൈഡിൽ പല ട്രിഗേഴ്സും ഇവർ രണ്ടുപേരും കൊണ്ടുവന്നു എന്നാണ്. ഇനിയിപ്പോൾ സപ്ലൈ സൈഡ് മെഷേഴ്സ് എന്താണ്? സപ്ലൈ സൈഡ് മെഷേഴ്സിൽ ചെയ്യേണ്ടത്
നിത്യോപയോഗ സാധനങ്ങളുടെ അല്ലെങ്കിൽ സർവീസസിൻ്റെ ടാക്സ് കട്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, RBI ബാങ്ക്സിൻ്റെ NPAs ഒന്ന് കൺട്രോൾ ചെയ്ത് റുപ്പിയെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അടുത്ത ഒരു എന്താ പറയുക ഒരു മെഷറാണ്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഈ പറയുന്ന പോലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അഫക്റ്റ് ചെയ്യുമെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ടാക്ടിക്കൽ ഇൻ്റർവെൻഷൻസ് കൊണ്ട് ഈ നമുക്ക് റോ മെറ്റീരിയൽസിൻ്റെ ഇൻപുട്സിൻ്റെ പ്രൈസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. അതായത് ഉദാഹരണത്തിന് ഗവൺമെൻറ് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു, അതായത് OPEC കൺട്രീസിൽ നിന്ന് മേടിക്കുന്നില്ല. അത് കാരണം തന്നെ വലിയ ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ ഓയിൽ കിട്ടണമെന്നുള്ള. ഈ ക്രൂഡ് ഓയിൽ നമുക്ക് വളരെ ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ കമ്പനീസുള്ള റോ മെറ്റീരിയൽസ് കൂടുതലും ഈ പറയുന്ന പോലെ ഓയിൽ ബേസ്ഡ് ആയിട്ട്, അതായത് ക്രൂഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻപുട്സ് ആണ് നമ്മുടെ റോ മെറ്റീരിയൽസ്. അതിൻ്റെ വില നന്നായിട്ടൊന്ന് കുറയും. അത് മാത്രമല്ല, നമ്മുടെ ഓയിൽ പ്രൈസ് ഇന്ത്യൻ എക്കണോമി കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് ഭയങ്കരമായിട്ട് കുറയും, നമ്മുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കും, ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജി അക്വയർ ചെയ്യുക എന്നുള്ളത്. ഗവൺമെൻറ് അത് ടാക്റ്റിക്കലായിട്ട് ഈവൻ പറഞ്ഞ പോലെ US പോലും വെറുപ്പിച്ചിട്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് എന്നുള്ള വലിയ കാര്യം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സപ്ലൈ സൈഡ് മെഷറായിട്ട് ഗവൺമെൻറ് അതിനെ കൺസിഡർ ചെയ്യണു എന്നുള്ളതാണ്. അത് മാത്രമല്ല, റോ മെറ്റീരിയൽ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ US ആയിട്ടാണല്ലോ നമുക്ക് US നിന്ന് നമ്മൾ വലിയതായിട്ട് റോ മെറ്റീരിയൽസ് മേടിക്കുന്നില്ല. നമ്മൾ ചൈന, ഇന്തോനേഷ്യ, വിയറ്റ്നാം, അങ്ങനെ കൊറിയ, ജപ്പാൻ എന്നിങ്ങനെയുള്ള കൺട്രികളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ റോ മെറ്റീരിയൽസും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ആ കൺട്രികളായിട്ട് കൂടുതൽ ബൈലാറ്ററൽ ട്രേഡ് റിലേഷൻസ് ഉണ്ടാക്കി ഇന്ത്യൻ എക്കണോമിക്കും ഇന്ത്യൻ ബിസിനസ്സിനും ആവശ്യമുള്ള റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കുറയ്ക്കുക എന്നുള്ളതും ഒരു സപ്ലൈ സൈഡ് മെഷറായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ സിംപ്ലിഫൈഡ് ആക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അധികം ടൈറ്റൻ ചെയ്യാതെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് പോകുക. അപ്പോൾ ഇത്രയും മെഷേഴ്സ് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു സപ്ലൈ സൈഡ് മെഷറിനെ ട്രിഗർ ചെയ്യുമെന്ന് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞു വെച്ചിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. IT നല്ല രീതിയിൽ കട്ട് ചെയ്തു. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് പല രാജ്യങ്ങളായിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ ട്രേഡ് ഡീൽ സൈൻ ചെയ്ത് വരുന്നു. US ആയിട്ടുള്ളതും സൈൻ ചെയ്യുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിത് കൂടാതെ ഓയിൽ വീണ്ടും നമ്മൾ റഷ്യയിൽ നിന്ന് വളരെ വില കുറച്ച് മേടിച്ച് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഒരുപാട് മെഷേഴ്സ് ഒരു സൈഡിൽ കൂടെ ഗവൺമെൻറ് നടത്തുന്നു. ഒറ്റ കാര്യത്തിൽ മാത്രമേ ഗവൺമെൻറ് അനങ്ങാതിരുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ GST റാഷണലൈസേഷൻ ആയിരുന്നു വിഷ്ണു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു 2 ആഴ്ച GST റാഷണലൈസേഷൻ ഉണ്ടാവേണ്ടതാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഡൊമസ്റ്റിക് എക്കണോമിക്ക് വലിയൊരു ഫില്ലിപ്പായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നോക്കൂ, ഫ്രം ദ റാംപാർട്സ് ഓഫ് റെഡ് ഫോർട്ട് 79th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ ഈ പറയുന്ന പോലെ ആ ഒരു ഐക്കോണിക് സ്പീച്ചിൽ ഒരു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫേർഡ് എ ഹാർട്ട് ഫെൽറ്റ് പ്രോമിസ്, മനസ്സിൽ നിന്ന് വലിയൊരു പ്രോമിസേ കൊണ്ടുവന്നു. അതായത് ഡബിൾ ദിവാലി ഫോർ എവറി ഇന്ത്യൻ. അതായത് നമുക്ക് ഏറ്റവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് 4 സ്ലാബ് സ്ട്രക്ചറിലുണ്ടായിരുന്ന GST റേറ്റ്സിന് ഇതേ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു റാഷണലൈസേഷൻ വന്നിരിക്കുന്നു. ഒക്ടോബർ മുതൽ, ദിവാലി മുതലായിരിക്കാം ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. എന്നാലും ബൈ ആൻഡ് ടാറ്റ ടു 4 സ്ലാബ്സ് എന്നുള്ള 4 സ്ലാബ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കുണ്ടായിരുന്നത് 5% സ്ലാബ്, 12% സ്ലാബ്, 18% സ്ലാബ്, 28% സ്ലാബ്. ആ 4 സ്ലാബിൽ നിന്ന് മാറ്റി ഏതാണ്ട് 3 സ്ലാബായിട്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദ അഗ്ലി എന്നുള്ള രീതിയിലേക്ക് 3 സ്ലാബായിട്ട്. ശരിക്കും പറഞ്ഞാൽ 4 സ്ലാബ് ഉണ്ട് കേട്ടോ. കാര്യം 0% എന്ന് പറഞ്ഞ ഒരു സ്ലാബ് ഉണ്ട്. ഈ 0% സ്ലാബ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന അവശ്യ സാധനങ്ങൾ മിക്കതിനും ടാക്സ് ഇല്ല. അതാണ് 0% ടാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ അങ്ങ് നമുക്ക് മാറ്റിവെക്കാം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 5% സ്ലാബാണ്. ഈ 5% സ്ലാബ് എന്ന് പറഞ്ഞാൽ എവ്രിഡേ ഒരു സാധാരണക്കാരൻ യൂസ് ചെയ്യുന്ന സാധനം, വളരെ കോമൺ മെൻ ആവശ്യമുള്ള സാധനമൊക്കെ ഏതാണ്ട് 5% സ്ലാബിൽ ആയിരുന്നു ഇതിന് മുന്നേ എന്നുള്ള. അതുകൂടാതെ ഇപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ, ഗുഡ്സും കൂടി ഈ 5% സ്ലാബിലേക്ക് വരും. എവിടെ കിടന്ന ഗുഡ്സ്? 12% സ്ലാബിൽ കിടന്ന 99% ഓഫ് സാധനങ്ങളും ഇപ്പോൾ 5%ലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഈ പറയുന്ന പോലെ 12% സ്ലാബ് എന്ന് പറയുന്നത് എടുത്തു മാറ്റുന്നു. അപ്പോൾ 12% സ്ലാബിലുള്ള 99% ഇപ്പോൾ 5%ലേക്ക് വരും. 5% ഓൾറെഡി കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ കോമൺ മെൻ ആവശ്യമുള്ള മിക്ക സാധനങ്ങളും ഈ 5% സ്ലാബിലേക്ക്
ശരിക്കും പറഞ്ഞാൽ കൺസ്യൂം ചെയ്ത് വരുന്നു. കാര്യമായിട്ട് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങൾ വലിയ രീതിയിലൊരു വിലക്കുറവ് ഉണ്ടാവാനുള്ള നിത്യോപയോഗ സാധനങ്ങൾ പണ്ടും ശരിക്കും പറഞ്ഞാൽ 0 to 5% സ്ലാബിൽ തന്നെ ആയിരുന്നു എന്നുള്ള ഇപ്പം അതിൻ്റെ സ്കോപ്പും കൂടെ കൂട്ടി 12% ഉണ്ടായിരുന്ന 99% സാധനങ്ങളും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാസം ഒരുപാട് കാശ് കയ്യിലിരിക്കും. ഇൻകം ടാക്സ് റേറ്റ് കട്ട് ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, EMI കുറച്ചത് കാരണം, അല്ലെങ്കിൽ പുതിയ ലോണിനുള്ള EMI കുറഞ്ഞത് കാരണം, മൂന്നാമത് ഈ പറഞ്ഞ പോലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് നന്നായിട്ട് ടാക്സ് കുറയുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് വരുന്ന സ്ലാബ് 18% സ്ലാബാണ്. അതിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ആസ്പിറേഷണൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു പ്രോസ്പെരിറ്റിയുടെ ലക്ഷണമായ TV അല്ലെങ്കിൽ AC അല്ലെങ്കിൽ ഒരു 1200 cc താഴെയുള്ള കാറുകൾ, ഇതെല്ലാം അതിലേക്കാണ് വരുന്നത് എന്നുള്ളത്. അതായത് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെയാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ 18% സ്ലാബിലേക്ക് ഇപ്പോൾ എന്താ 28% കിടന്ന 90% ഗുഡ്സും ഇപ്പം ട്രാൻസ്ഫർ ചെയ്ത് 18% കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വരുന്നത് ഈ അഗ്ലി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് 40% ടാക്സ്. അത് കൂടുതലും സിൻ ടാക്സ്. സിൻ എന്ന് വെച്ചാൽ SIN, അതായത് സമൂഹത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഹാനികരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സിൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻ ഗുഡ്സിനെ ഏതാണ്ട് 40% ആക്കി. ബട്ട് വിഷ്ണു, സിൻ ഗുഡ്സിലേക്ക് വരുന്നത് ടുബാക്കോ, പാൻ മസാല, ഗുഡ്ക, എയറേറ്റഡ് ഡ്രിങ്ക്സ് ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, കോളയൊക്കെ വരും, എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അതിൽ വരുന്നത്. അപ്പോൾ പക്ഷേ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 40% തന്നെ ഈ GST രാഷ്ട്രീയത്തിന് മുമ്പേ ഇതിനേക്കാളും കൂടുതലായിരുന്നു എന്നുള്ള. ശരിക്കും പറഞ്ഞാൽ സിഗരറ്റിൻ്റെയൊക്കെ വില നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ കുറയുമെന്നാണ്. 40% എന്ന് പറഞ്ഞാൽ ഹയർ സ്ലാബിലാണെങ്കിൽ പോലും പണ്ട് ഇതിനേക്കാട്ടിലും വില ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര രീതിയിലുള്ളൊരു ട്രിഗറാണ് എക്കണോമിക്ക് സംഭവിച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം ഏതൊക്കെ സെക്ടറുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്നുള്ളത്. ഒന്ന് ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസിൻ്റെ റേറ്റുകൾ, GST റേറ്റുകൾ ഭയങ്കരമായിട്ട് കുറയുന്നു, പ്രീമിയത്തിൽ കുറവ് വരും. പിന്നെ പ്രീമിയത്തിൻ്റെ ടാക്സിൽ കുറവ് വരും എന്നുള്ളതാണ്. പിന്നെ ഓട്ടോമോട്ടീവ് മേഖലയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യും. ഒന്ന് പറഞ്ഞാൽ സ്മോൾ കാർ മേഖലകളിൽ ഓട്ടോമോട്ടീവ് മേഖല എന്ന് വെച്ചാൽ ഇപ്പോൾ 1200 cc അതായത് സ്മോൾ കാർസിൻ്റെ ഇതെന്ന് പറയുന്ന കാറ്റഗറി 28% GSTയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 29 ആയിരുന്നു കേട്ടോ. 28% GST പ്ലസ് 1% സെസ്സും കൂടെ ഉണ്ടായിരുന്നു. ആ 28% അല്ലെങ്കിൽ 29% നിന്ന് കുറച്ച് ഇപ്പോൾ 18% മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. ഇനി മിഡ് സൈസ് സെഗ്മെൻറ്റ് പറഞ്ഞാൽ 1200 ശരിക്കും 1200 cc മുകളിൽ അല്ലെങ്കിൽ 1500 cc ഡീസൽ വെഹിക്കിളിന് മുകളിലേക്കുള്ളത് 43% ആയിരുന്നു ഇതിനു മുമ്പേ. അതായത് ശരിക്കും പറഞ്ഞാൽ 28% GST പ്ലസ് 15% സെസ്സും കൂടെ ഉണ്ടായിരുന്നു. അത് മാറ്റി ഇപ്പോൾ 43% നിന്ന് 40% ആയിട്ട് കുറച്ചു എന്നുള്ള. ശരിക്കും പറഞ്ഞാൽ അവിടെയും ഒരു കുറവ് വരുന്നുണ്ടെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഓട്ടോമോട്ടീവ്സിന് അത് ബെനിഫിറ്റ് ആയിട്ട് വരും. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിന് ബെനിഫിറ്റ് ആയിട്ട് വരും. കൺസ്യൂമർ ഡ്യൂറബിൾസ്, AC, TV എന്നിങ്ങനെയുള്ള ഉപകരണങ്ങൾക്ക് വില കുറഞ്ഞു വരും. ഹാൻഡിക്രാഫ്റ്റ്സ്, ടെക്സ്റ്റൈൽസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സിനുള്ള GST കുറയും. റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള മെഷീനറി കുറയും. ഫെർട്ടിലൈസേഴ്സ് കുറയും. ഹെൽത്ത് കെയർ കുറയും എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ ഇതിനകത്തൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്നറിയോ, ഇപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കിയില്ലേ ഈ വക സാധനങ്ങളുടെ TV, ഫ്രിഡ്ജിനൊക്കെ വില കുറയുന്നു. ഇനി നമ്മൾ ഒക്ടോബർ വരെ ചിലപ്പോൾ മേടിച്ചില്ല എന്ന് വരും. ചിലപ്പോൾ Q2 ഒരു വാഷ് ഔട്ട് ക്വാർട്ടറായിട്ട് മാറും. എല്ലാവരും ദീപാവലി വരെ വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദീപാവലിക്ക് മുമ്പ് നടപ്പിലാക്കും എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ദീപാവലിക്കാണ് വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ Q3 മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൺസംഷൻ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നത്. ഇപ്പോൾ Q2 കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബോധേഡ് ആവണം എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് മോർഗൻ സ്റ്റാൻലിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ മാരുതി, എമാൻഡം, ഐഷർ, അശോക് ലേലാൻഡ് പോലെയുള്ള സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ്. സിറ്റി പറയുന്നത് വീണ്ടും ഓട്ടോ സ്റ്റോക്സ്, കൺസ്യൂമർ ഡിസ്ക്രിഷണറി, കൺസ്യൂമർ സ്റ്റേപ്പിൾസ്, ഈ പറയുന്ന പോലെ ഇൻഷുറൻസ്, സിമെൻറ്റിലൊക്കെ വളരെ ബുള്ളിഷായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ PM പറഞ്ഞത് നമ്മുടെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ 10 ന്യൂക്ലിയർ റിയാക്ടേഴ്സിലും കൂടി ഇന്ത്യ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അടുത്ത 2 ഡെക്കേഡ്, അതായത് 20 കൊല്ലം കൊണ്ട് ന്യൂക്ലിയർ പവർ ജനറേഷൻ കപ്പാസിറ്റി 10 times ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളെ ബെനിഫിറ്റ് ചെയ്യും വിഷ്ണു. അതായത് NTPC, BHEL, L&T, MTAR, പവർ മെക്ക്, വാൽചന്ദ് നഗർ, കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് പോലെയുള്ള കമ്പനികൾക്ക് ഇത് ബെനിഫിറ്റ് ആവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൂന്നാമതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാലോ ഈ നമ്മുടെ 80% ഓഫ് എനർജി റിക്വയർമെൻറ്റ്സും ഇന്ത്യ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ക്രൂഡൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യം അറിയാലോ. അപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത്
വെച്ചാൽ നാഷണൽ ഡീപ്പ് വാട്ടർ മിഷൻ. അതായത് ഈ ഓഷ്യൻ റിസോഴ്സിനെ ഭയങ്കരമായിട്ട് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓഷ്യൻ്റെ അടിയിലുള്ള എന്തെങ്കിലും ഈ ഓയിൽ ക്രൂഡ് റിസോഴ്സോ ഗ്യാസ് റിസോഴ്സോ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുമാത്രമല്ല മേജർ എക്സ്പാൻഷൻ ഇൻ സോളാർ, ഹൈഡ്രജൻ, ഹൈഡ്രോ ആൻഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിലൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് ONGCയും റിഫൈനറീസും റിലയൻസ് ONGC. അത് മാത്രമല്ല ഈ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡിങ്ങിനും ഒക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നുള്ള അനദർ ഇമ്പോർട്ടൻ്റ് അനൗൺസ് ഫ്രം PM മോഡി. അതായത് അദ്ദേഹം റെഡ് ഫോർട്ട് സ്പീച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അനൗൺസ് ചെയ്തത് ഞാൻ ഓരോന്നായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. വേറൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ ജെറ്റ് എഞ്ചിൻസിലേക്ക് ഇന്ത്യ വരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും ഡൈനാമാറ്റിക് ടെക്നോളജീസും ഒക്കെ അതിനകത്ത് ഫേവറബിളായിട്ട് വരുന്ന കമ്പനിയാണ്. ഇന്ത്യ ജെറ്റ് എഞ്ചിൻസ് ഇന്ത്യയിൽ മേക്ക് ചെയ്യുകയാണെങ്കിൽ അത് മാത്രമല്ല ഒരുപാട് മാനുഫാക്ചറിങ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനീസ് എയറോസ്പേസിന് പാർട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കമ്പനികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതിൽ Tier 1 സപ്ലയർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഒരു സ്മോൾ ക്യാപ് കമ്പനി ഡൈനാമാറ്റിക് ടെക്നോളജീസ്. പിന്നെ തീർച്ചയായിട്ടും HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും അതിനകത്ത് വലിയൊരു ബെനിഫിഷ്യറിയാണ്. പിന്നെ ഒരു വളരെ എന്താ പറയുക വളരെ പ്രൗഡായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് സുദർശൻ ചക്ര മിഷൻ. അതായത് നമ്മൾ എങ്ങനെയാണോ ഈ പറയുന്ന പോലെ ഇസ്രായേൽ അയൺ ഡോം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ US ഒരു ഗോൾഡൻ ഡോം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇന്ത്യ അതേപോലെ അതായത് ഒരു 10 ഇയർ കൊണ്ട്, അതായത് 10 കൊല്ലം കൊണ്ട് 2035 ആകുമ്പോഴത്തേക്കും ഇന്ത്യ കവർ ചെയ്ത്, അതായത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അസറ്റ്സ് ആയ മിലിറ്ററി അസറ്റ്സും സിവിലിയൻ അസറ്റ്സും ഇൻഫ്രാസ്ട്രക്ചർ അസറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡോം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതിന് 10 കൊല്ലം മതി എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഓൾറെഡി ഇറ്റ് ഈസ് എ വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്നുള്ളത്. അത് വളരെ ഒരു പേട്രിയോട്ടിക് ആയിട്ടുള്ള നമുക്കൊരു വളരെ പ്രൗഡ് ആവുന്ന ഒരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസൈൽ അറ്റാക്കോ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അതിനെ തടുക്കാനും തിരിച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാനും ഉള്ളതാണ് ഈ പറയുന്ന ഡോം എന്നുള്ളത്. അതിനെ പറയുന്നത് സുദർശൻ ചക്ര മിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഡിഫൻസ് സ്പെൻഡിങ് നന്നായിട്ട് വരും. അത് ബെനിഫിറ്റ് ചെയ്യുന്ന കമ്പനികൾ ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ്, ഡാറ്റ പാറ്റേൺസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇതേപോലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡിംഗ്, പിന്നെ മെസഗോൺ ഡോക്ക്, L&T, പരസ് ഡിഫൻസ്, സെൻ ടെക്നോളജീസ്, ആസ്ട്ര മൈക്രോവേവ് ഒക്കെ ഇതിന് ബെനിഫിറ്റ് ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യ സെമി കണ്ടക്ടറിൽ ഭയങ്കര രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു 6 പ്രോജക്ട്സ് ഈസ് അണ്ടർവേ, 4 പുതിയ പ്രോജക്ട്സും കൂടെ പറഞ്ഞു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഈ കൊല്ലം അവസാനമാകുമ്പോഴത്തേക്കും ഇന്ത്യ വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സെമി കണ്ടക്ടർ എന്നുള്ളതാണ് അതിന് രസകരമായിട്ടുള്ള കാര്യം. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർ ഫോർ ഇലക്ട്രോണിക്സ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അശ്വിനി വൈഷ്ണവിൻ്റെ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് പറ്റുമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ യൂട്യൂബിലൊന്ന് കാണണം എന്നുള്ളതാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസ് ഉണ്ടാക്കിയതും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ വേഫേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ടെക്നോക്രാറ്റ്, ഒരു കമ്പനിയുടെ CEO സംസാരിക്കും പോലെയാണ് അശ്വിനി വൈഷ്ണവ് സംസാരിച്ചത്. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഇതാണ് നമ്മുടെ പിള്ളേരുണ്ടായിരിക്കുന്ന ഏറ്റവും സ്മോൾ ചിപ്സ്, ഇത്ര നാനോ മില്ലിമീറ്റേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാര്യം, നമ്മുടെ പ്രേക്ഷകർ അത് കാണണമെന്ന് നമ്മൾ പറയുന്നു. അതായത് 3D ഗ്ലാസ് സെമി കണ്ടക്ടർ പാക്കേജിങ് യൂണിറ്റ്, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കാര്യം ഈ 3D ഗ്ലാസ് സെമി കണ്ടക്ടർ യൂണിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണെന്നറിയോ? ചില്ലറക്കാരൊന്നുമില്ല. അമേരിക്കയിൽ ഈ പറയുന്ന പോലെ ഇൻറ്റലും ലോക്കീഡ് മാർട്ടിനും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ വരുന്നതെന്നുള്ള ആ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണെന്നുള്ള. പിന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്പീച്ചിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ മിനറൽസ്, റെയർ എർത്ത് മിനറൽസ് സെക്യൂർ ചെയ്യാൻ ഇന്ത്യ കമ്മിറ്റഡ് ആണ്. അതിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല 1200 ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റും ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, അതായത് S&P. ഈ S&P എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു US ബേസ്ഡ് ഫിനാൻഷ്യൽ ജയൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം, S&P. ഈ S&Pക്ക് 2-3 ബിസിനസ്സുണ്ട്. അതിലൊരു ബിസിനസ് എന്നറിയോ? നമ്മളിപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നത് എന്താ? S&P 500. അപ്പോൾ ഈ ഇൻഡെക്സിന് നെയിം ചെയ്യുന്നതും S&Pയുടെ ഒരു ജോലിയാണ്. അതായത് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ 500 S&P ഇൻഡെക്സ് എന്ന് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ S&P ആണ്. അതാണ് അവരുടെ ഒരു ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ അവർ ഈ സോവറിൻ രാജ്യങ്ങളെ റേറ്റ് ചെയ്യുക, കമ്പനികളെയും ബാങ്കുകളെയും റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് S&Pയുടെ രണ്ടാമത്തെ ഒരു ഡിവിഷൻ. മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ S&P ഗ്ലോബൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്നാണ്. അത് കൂടുതൽ ഡേറ്റ അനലിറ്റിക്സിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ S&Pയുടെ റേറ്റിംഗ് ഡിവിഷൻസ് ശരിക്കും പറഞ്ഞാൽ സോവറിൻ റേറ്റിംഗ് അപ്ഗ്രേഡ് ഇന്ത്യക്ക് മേൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സോവറിൻ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി, ആ ഒരു രാജ്യം എത്രത്തോളം ഫിനാൻഷ്യലി ഹെൽത്തിയാണ്, എന്താണ് ആ കൺട്രിയുടെ എബിലിറ്റി,
എന്താണ് അതിൻ്റെ എബിലിറ്റി ടു റീപേ ഇറ്റ്സ് ഡെപ്റ്റ്, അതായത് ഡെപ്റ്റ് ഒക്കെ റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും അളക്കുന്നതാണ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഈ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ AAA, ടോപ്പിൽ AAA റേറ്റിംഗ് വന്നിട്ട് ഡൗണിൽ ഡിഫോൾട്ട് വരെയുള്ളതാണ് റേറ്റിംഗിൻ്റെ റേഞ്ച് വരുന്നത്. ഇപ്പോൾ ഇന്ത്യ കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് ഏതാണ്ട് BBB ആണ്. അതായത് BBB മൈനസിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് BBB എന്നാക്കിയിട്ടുണ്ട്. 18 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടുള്ള S&P അപ്ഗ്രേഡ് അല്ലെങ്കിൽ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ആണെന്നുള്ളത്. അതായത് ഇന്ത്യ ഈസ് പ്രിപ്പയർഡ് ടു മീറ്റ് അഡിക്വേറ്റ്, ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടാതെ ഷോർട്ട് ടേം റേറ്റിംഗ് കൂടെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് A3യിൽ നിന്ന് A2 ആയിട്ട് ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ ട്രാൻസ്ഫർ ആൻഡ് കൺവേർട്ടബിലിറ്റി അസസ്മെൻറ്റ് റേസ് ടു A- ഫ്രം BB+ എന്നുള്ളതാണ്. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇന്ത്യയുടെ റേറ്റിങ്ങിൽ കാണുന്നത് വെച്ചാൽ. അപ്പോൾ ഇതുകൊണ്ടൊരു ഗുണം വരുന്നത് എന്താണെന്നറിയോ, ഒരു രാജ്യം എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഇതൊരു ഉപകാരപ്പെടും. ഒന്നെന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ചീപ്പായിട്ട് പുറത്തുനിന്ന് ബോറോ ചെയ്യാം. കാര്യം ഇന്ത്യ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഈ റേറ്റിംഗ് ഏജൻസി പറഞ്ഞത്. രണ്ടാമത് നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെൻറ് ബോണ്ട്സ് അട്രാക്റ്റീവായിട്ട് വരുന്നു. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് മേടിക്കാനും ലോക്കൽ ഇൻവെസ്റ്റേഴ്സിന് മേടിക്കാനും. 3, ഗ്ലോബൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ കൺട്രിയെ ഇന്ത്യയെ കുറച്ചുകൂടി സേഫറായിട്ട് കാണുന്നു എന്നുള്ള. പിന്നെ ബോണ്ട് ഈൽഡ് നന്നായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഇൻഫ്ലോസ് ഇക്വിറ്റീസിലേക്കും ബോണ്ടിലേക്കും വരും. പ്രത്യേകിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരുപാട് പൈസ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നുള്ള. ഇക്വിറ്റീസിലും ബോണ്ട്സിലേക്ക് വരും. സ്റ്റോക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ ഭയങ്കരമായിട്ട് ഉയർത്തും. അതുമാത്രമല്ല ഇന്ത്യൻ റുപ്പിയെ സ്ട്രെങ്തനും കൂടെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഇന്ത്യ BBB ആയിരിക്കുന്നു, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്. ഇന്തോനേഷ്യയും ഏതാണ്ട് BBB ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡാണ്. ഇപ്പോൾ നമ്മൾ ചൈനയുടെ നോക്കുകയാണെങ്കിൽ A+ ആണ്, അതായത് സ്ട്രോങ് ഔട്ട്ലുക്ക് ആണ് എന്നുള്ളതാണ്. ബ്രസീൽ BB ആണ്, അതായത് സ്പെക്കുലേറ്റീവ് ഗ്രേഡ് ആണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാങ്ക് ഓഫ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ വീക്കെൻഡിൽ പറയാനുണ്ട് വിഷ്ണു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ് എടുക്കാൻ പറ്റില്ല. വിഷ്ണു ഒരു കാര്യം ചെയ്യും, നമുക്ക് ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ് എടുത്തിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ അപ്ഡേറ്റും കൂടെ നമുക്ക് ആവശ്യമുണ്ട് വിഷ്ണു. അതെ, ഏതായാലും സാർ ഇപ്പോൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഒരു എക്കോണമിയെ കുറിച്ച് ട്രംപ് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സ്പീച്ചിലൂടെ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിസൾട്ട്. അമേരിക്കൻ കമ്പനിയായ S&P ആണ് അപ്ഗ്രേഡ് ചെയ്തതെന്നുള്ള ഇമ്പോർട്ടൻ്റ് പറയുന്നത്. എന്തായാലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസായിട്ട് തന്നെ കാണാം. സാർ, നമുക്ക് ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിനെ പറ്റിയാണ് അടുത്ത ചോദിക്കാനുള്ളത്. ഇന്ന് പ്രേക്ഷകർക്കായി താങ്കൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഏതാണ്? വിഷ്ണു, നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് കാര്യം, ഇപ്പോൾ നമ്മൾ ആരോട് വ്യക്തിപരമായിട്ട് നമ്മൾ ഇടപെടുമ്പോഴും എല്ലാവരും പറയുന്നത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നന്നായിട്ടുണ്ട്. കാര്യം പലരും ഇതിനെ കാണുന്നത്, സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിനെ കാണുന്നത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ടാണ്. കഷ്ടകാലത്തിന് ചില സ്റ്റോക്കുകൾ നന്നായിട്ട് മൂവ് ചെയ്യുന്നു, ചില സ്റ്റോക്കുകൾ താഴേക്ക് പോകുന്നു. എങ്കിലും ആൾക്കാർ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുന്നുണ്ട്. ഇതിനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ വീണ്ടും എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് പറയുന്നത് ഒരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ കാണാതിരിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മുടെ ഈ ഓപ്പണിംഗ് ഹൗസിൽ ഉൾപ്പെടുത്തുന്നത്? അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ 1 മണിക്കൂർ പരിപാടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഈ പരിപാടി 10 മിനിറ്റ് ആയിക്കൂടെ, അരമണിക്കൂർ ആയിക്കൂടെ, അല്ലെങ്കിൽ 40 മിനിറ്റ് ആയിക്കൂടെ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ ഒരു ചാനലിൽ, ഒരു TV ചാനലിൽ ന്യൂസ് അവർ എന്ന് പറഞ്ഞാൽ ഒരു 1 hour പ്രോഗ്രാമാണ് എന്ന് പറയുന്ന പോലെ നമ്മളൊരു വ്ളോഗറോ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ക്ലാസ്സോ പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. നമ്മളിവിടെ ഒരു TV ചാനൽ, ആ TV ചാനലിൽ 9:30 മുതൽ 10:30 വരെ വരുന്ന ഒരു ഡിജിറ്റൽ TV ചാനൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഒരു OTT-യിൽ വരുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30, 6:30, 7:30, 8 മണി വരെ ലൈവായിട്ട് പോകുന്ന ബിസിനസ് പരിപാടികൾ നമുക്കുണ്ട് അല്ലേ? അതിൽ 8:30 മുതൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4 മണി വരെ കൂടുതലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബിസിനസ് ബുള്ളറ്റിനും കൂടെ വരുന്നുണ്ട് എന്നുള്ള. പ്രത്യേകിച്ച് 8:30 മുതൽ 10:30 വരെ നമ്മൾ ലൈവായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പല കാറ്റഗറി ഓഫ് പ്രോഗ്രാംസിൽ കൂടെയും നമ്മൾ ഷോസിലും കൂടെ പോകുന്നു. 9:30 തൊട്ട് 10:30 വരെയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പ്രോഗ്രാമാണ്. അങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ പ്രേക്ഷകരെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്പണിംഗ് അവേഴ്സ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓപ്പണിംഗ് അവേഴ്സ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളെ എംപവർ ചെയ്ത് പഠിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ അനാലിസിസ് പഠിപ്പിക്കുന്നതോ ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിപ്പിക്കുന്നതോ മാത്രമല്ല മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാർക്കറ്റ് ഇൻ്റലിജൻസും കൂടെ പഠിപ്പിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഒരു ട്രേഡറിനെ, ഇൻവെസ്റ്ററിനെ എങ്ങനെ സ്വയം കാര്യങ്ങളെ അനലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. എന്നും നിങ്ങൾ ചാർട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ചാർട്ട് അനലൈസ് ചെയ്യുന്നവരും ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരാവണ്ടേ? അങ്ങനെ ആവുന്നില്ല. ഇനി ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെങ്കിൽ
ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്ന ഈ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഫണ്ടമെൻ്റൽ അനലിസ്റ്റുകളോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസോ ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരാവണ്ടേ? ആവുന്നില്ല. ഈ വാറൻ ബഫേയൊക്കെ പോലെ ഒരു സാധാരണക്കാരൻ എന്തുകൊണ്ട് ഒരു ലെജൻഡറി ഇൻവെസ്റ്റർ സ്റ്റേറ്റസിലേക്ക് മാറുന്നു എന്നുകൊണ്ട് വെച്ചാൽ അവർക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നന്നായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ കൂടുതലും നമ്മൾ ന്യൂസുകൾ അവതരിപ്പിച്ച് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിച്ച് നമ്മൾ പ്രേക്ഷകരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഇൻഫർമേഷൻ എന്താണെന്നറിയോ? അതായത് നിങ്ങൾക്കും, അതായത് ഒരു സാധാരണക്കാരനും അധികം ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കാതെ അധികം ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാതെ ഒരു മാർക്കറ്റിനെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ഒരു സ്റ്റോക്ക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ നടന്നു പോകുമ്പോഴോ കാർ ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്ന റോഡിൽ കാണുന്ന പല കാര്യങ്ങളിൽ നിന്ന്, അതുകൂടാതെ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന ബൈയിങ് പാറ്റേണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ആ ബിസിനസ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറും നോളജും ക്രിയേറ്റ് ചെയ്യലാണ് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ന്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ചയെ എങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആക്കാം എന്നുള്ളതാണ് നമ്മുടെ കൂടുതലുമായിട്ടുള്ള ഒരു എയിമും മിഷനും. അത് ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് പോലും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയും, ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഇപ്പം നമുക്കറിയാമല്ലോ GST റാഷണലൈസേഷൻ വന്നു. GST റാഷണലൈസേഷൻ ആയിട്ട് നിങ്ങൾ ഏത് ഫോറിൻ ബ്രോക്കറേജസ് നോക്കൂ, എല്ലാ ബ്രോക്കറേജസും പറയാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോമൊബൈൽ ആക്സസറീസ്, സിമെൻറ്റ് കമ്പനീസ്, FMCG കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനീസ് ആയ TV അല്ലെങ്കിൽ വാഷിംഗ് മെഷീന് അല്ലെങ്കിൽ എന്താ പറയുക റെഫ്രിജറേറ്റർ, എന്താ പറയുക എയർ കണ്ടീഷൻസ്, ഇതിനെക്കുറിച്ചാണ് എല്ലായിടത്തും നമ്മൾ സംസാരം വരുന്നത്. ഈ തീരുമാനം വരുന്നവർ, അതായത് ഈ സ്റ്റോക്കുകളാണ് നല്ലത്, ഈ സെക്ടറിനെ കുറിച്ചുള്ള അനാലിസിസുകളാണ്, ബ്രോക്കറേജ് അപ്ഗ്രേഡ്സ് ഒന്നും ഓരോ സ്റ്റോക്കുകൾ 6%, 7% കയറുന്നു. നല്ല കാര്യം, ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ നിങ്ങളെ വേറൊരു രീതിയിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാനൊന്ന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ശരിയാണ്, നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ഒരു വൈറ്റ് ഗുഡ്സിൻ്റെ ഒരു കടയിലേക്ക് കയറുന്നു വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ലുലുവിൻ്റെ കണക്ട്, അല്ലെങ്കിൽ അതേപോലത്തെ ബിസ്മി, അല്ലെങ്കിൽ നന്ദിലത്ത് G-Mart, അല്ലെങ്കിൽ പിട്ടാപ്പള്ളിയിൽ ചിറ്റപ്പള്ളിയിൽ ഏജൻസീസ്, ഇവരൊക്കെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സോണിയുടെ ഷോറൂം, അല്ലെങ്കിൽ പാനസോണിക്കിൻ്റെ ഷോറൂം, സാംസങ്ങിൻ്റെ ഷോറൂം, അല്ലെങ്കിൽ വേൾപൂളിൻ്റെ ഷോറൂം, IFBയുടെ, അല്ലെങ്കിൽ ലോയിഡിൻ്റെ, ഇതിലൊക്കെ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ പ്രോഡക്ട്സും ഈ GST റാഷണലൈസിൽ കൂടെ വില കുറച്ച് കിട്ടും. അത് തന്നെയാണ് സ്റ്റോക്ക് ഐഡിയ, അത് തന്നെയാണ് ബ്രോക്കറേജസ് പറയുന്നത്. ബട്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കണ്ണ് തുറന്ന് നോക്കൂ, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കാതോർത്ത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇതൊന്നും കാണാതെ സൈഡിൽ കൂടി നമുക്ക് കാണാൻ പറ്റും എല്ലാ കൺസ്യൂമർ ഡ്യൂറബിൾസും സെല്ല് ചെയ്യുന്ന സ്റ്റോറുകളിൽ നിങ്ങളൊരു ഡെസ്കിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ആൾക്കാരെ കാണാം. NBFC കമ്പനികളുടെ ബജാജ് ഫിനാൻസിൻ്റെ എംപ്ലോയീസും അതുകൂടാതെ ജിയോ ഫിനാൻസിൻ്റെ ഇതും. എന്തുകൊണ്ട് അതൊരു സ്റ്റോക്ക് ഐഡിയ ആവുന്നില്ല? എന്തുകൊണ്ട് NBFC ഒരു സ്റ്റോക്ക് ഐഡിയ ആവുന്നില്ല? ഒരുമാതിരി നിങ്ങൾ മേടിക്കുന്ന എല്ലാ കൺസംഷനും നിങ്ങളെ ഫണ്ട് ചെയ്യുന്നതും ഫിനാൻസ് ചെയ്യുന്നതും NBFCകളാണ് അല്ലേ? അതിന് 2 ട്രിഗർ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് മേടിക്കാനുള്ള ആഗ്രഹം, കാരണം എന്താ? GST റേറ്റ് കുറഞ്ഞു. 2, ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് RBI കുറച്ചു. 3, നിങ്ങളുടെ കയ്യിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് വഴി നിങ്ങൾക്ക് ഒരു ലോൺ എടുത്ത് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. കാരണം എന്താ? നിങ്ങൾക്ക് 12 ലക്ഷം വരെ ഗവൺമെൻറ് ഇൻകം ടാക്സ് റേറ്റ് കട്ട് തന്നിരിക്കുന്നു എന്നുള്ള. അപ്പോൾ കൺസംഷൻ ഡ്രൈവ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഓട്ടോമൊബൈൽസും കൺസ്യൂമർ ഡ്യൂറബിൾസും FMCGയും ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ പുറകിൽ NBFC കമ്പനികൾ നല്ലൊരു സ്റ്റോക്ക് ഐഡിയ തന്നെയാണ്. ബജാജ് ഫിനാൻസ് ഈ പറയുന്ന പോലെ നല്ലൊരു ബിസിനസ്സാണ് GST റാഷണലൈസേഷൻ. എന്നാൽ ഞാൻ ഇന്ന് സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത് ബജാജ് ഫിനാൻസ് ഒരു നോ ബ്രെയിനർ ഐഡിയ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം കിട്ടുന്ന ഒരു കമ്പനിയും കൂടെയാണ് ജിയോ ഫിനാൻസ് എന്നുള്ളത്. അപ്പോൾ ജിയോ ഫിനാൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ മാജിക് വാൻഡ് ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല, കാര്യം അതിനകത്ത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 330 രൂപയാണ് അല്ലേ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് 2,80,000 കോടി അല്ലെങ്കിൽ 2,10,000 കോടിയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മാർക്കറ്റ് ക്യാപ്പ്, അതായത് 2 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് എന്ന് വയ്ക്കുക. ആ റിലയൻസ് ജിയോക്കകത്ത് എന്തെല്ലാമുണ്ട്? റിലയൻസ് ജിയോ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 6% ഹോൾഡ് ചെയ്യുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്ര? 18,59,000 crores, അതായത് 18.5 ലക്ഷം കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. അതിൻ്റെ 6% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1,10,000 ആയി. 1,10,000 കോടി, അതായത് റിലയൻസ് ജിയോൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ പകുതി തന്നെ
റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഹോൾഡിംഗ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി 50% എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാക്കി 50% ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ 50% ജസ്റ്റിഫൈഡ് ആണ്. അതായത് റിലയൻസ് ജിയോൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 50% തന്നെ അവർ 6% റിലയൻസ് ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്യണതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ആണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി 50% നോക്കാം. ആ 50% എന്തൊക്കെയാണെന്ന് അറിയോ? അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് റോക്ക് ആയിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. ബ്ലാക്ക് റോക്ക് ആയിട്ട് വെൽത്ത് മാനേജ്മെൻറ്റിനും ബ്രോക്കിങ്ങിനും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കുമായിട്ടുള്ള ഒരു എന്താ പറയുക ജോയിൻറ്റ് വെഞ്ചറാണ് ബാക്കി 50% കിടക്കുന്നത്. പിന്നെയുള്ള 50% കിടക്കുന്നത് അലിയാൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള 50-50 JV. പിന്നെ കിടക്കുന്നത് ഡിജിറ്റൽ ലെൻഡിങ്. ഡിജിറ്റൽ ലെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോം ലോണ്, ഈ പറയുന്ന ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, കോർപ്പറേറ്റ് ലോൺ, ലോൺ അഗെയിൻസ്റ്റ് ഷെയർ, കൺസ്യൂമർ ലോൺസ് ഒക്കെയാണ് ഈ 50% കിടക്കുന്ന മൂന്നാമതായിട്ടുള്ളൊരു കാര്യം. നാലാമത്തെ എന്താ? ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക്. ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് എന്താ? ഡിജിറ്റൽ ബാങ്കിങ് സൊല്യൂഷൻസ് ആൻഡ് UPI പേയ്മെൻറ്റ്സും ഈ 50%-ലാണ് കിടക്കുന്നത്. പിന്നെ 50% കിടക്കുന്നത് ജിയോ ഇൻഷുറൻസ് ബ്രോക്കിംഗ്. അതായത് 34 ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ ജിയോ ലീസിംഗ് സർവീസസും കൂടെ ഉണ്ട്. അപ്പോൾ 50% ജിയോൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, റിലയൻസ് ഇൻഡസ്ട്രീസിലെ 6% ഹോൾഡിംഗ്, ബാക്കിയുള്ള 50%-ലാണ് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ബിസിനസ്സുകൾ അവിടെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ റിലയൻസ് ജിയോയിൽ ഈ അടുത്ത കാലത്ത് പ്രൊമോട്ടർ 15,800 കോടി ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണെന്നറിയോ? അതായത് ഫ്ലോർ പ്രൈസ് ഏതാണ്ട് 308 മുതൽ 316 വരെയുള്ള പ്രൈസിന്. ഇന്ന് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതോ 330 രൂപയ്ക്ക് അടുപ്പിച്ചെങ്ങാണ്ടാണ് സ്റ്റോക്ക് ഇത്രയും മാർക്കറ്റ് കയറിയിട്ട് പോലും 331 ട്രേഡ് ചെയ്യുന്നത്. FY27 അതിൻ്റെ റവന്യൂസ് നോക്കുകയാണെങ്കിൽ 2000 കോടി റവന്യൂവും പ്രോഫിറ്റ് 1600 കോടിയുമുള്ള ഒരു കമ്പനിയാണ് റിലയൻസ് ജിയോ എന്നല്ല. അപ്പോൾ റിലയൻസ് ജിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ ഇല്ല, നമ്മൾ അക്കാഡമിക് പർപ്പസിന് മാത്രമാണ്. അതായത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 50% റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഏതാണ്ട് 1,10,000 കോടി തന്നെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പായ 2,08,000 കോടിയിൽ വരുന്നുള്ള. ബാക്കി 50%-ൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് റോക്ക് ആയിട്ടുള്ള JV, അലിയാൻസ് ആയിട്ടുള്ള JV, അതുകൂടാതെ NBFC ഡിജിറ്റൽ ആയിട്ടുള്ള ലെൻഡിങ് ബിസിനസ്, ഡിജിറ്റൽ ബാങ്കിങ് സൊല്യൂഷൻസ്, ജിയോ ഇൻഷുറൻസ് ബ്രോക്കിംഗ്, 34 കമ്പനിയായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, ജിയോ ലീസിംഗ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്ന് വരുന്ന ഒരു ബിസിനസ്സാണ് ഈ പറയുന്ന പോലെ റിലയൻസ് ജിയോ എന്ന് പറയുന്നത്. ഇത് വെറും അക്കാഡമിക് പർപ്പസിന് മാത്രമാണ്. എനിക്കോ വിഷ്ണുവിനോ നമുക്കാർക്കും ഇതിനകത്ത് പേഴ്സണൽ ഹോൾഡിംഗ് ഇല്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രജിസ്റ്റേർഡ് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ റെക്കമെൻഡേഷനിൽ മാത്രം നിങ്ങൾ അഡ്വൈസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറയുന്നു. ഓവർ ടു യു വിഷ്ണു. സാർ, എന്തായാലും വളരെ നന്ദി ഇത്രയും ഒരു അപ്ഡേറ്റ്സും അനാലിസും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചാണ്. ഏതായാലും നമ്മുടെ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഏതായാലും അടുത്ത മണിക്കൂറിൽ നമ്മുടെ റിസർച്ച് ഡെസ്ക് നിങ്ങളോട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ പറയാൻ ജോയിൻ ചെയ്യുന്നതാണ്. ഏതായാലും നന്ദി, നമസ്കാരം.